ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പെരുന്നാളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് മീനൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ കറി വെച്ച് കൊടുക്കാന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കാളാഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ കാളാഞ്ചിക്കറി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം വേറൊരു ഐറ്റം മേടിച്ചതാണ്. അപ്പൊ ചെമ്മീൻ വെച്ചിട്ട് ഒരു തോരൻ അങ്ങനെ പറയാം. ഞാനുണ്ടല്ലോ അമ്മാമ്മയുടെ മോളുടെ വീട്ടിൽ, അതായത് ഷേർലി ആന്റിയുടെ വീട്ടിൽ പോയപ്പോൾ ആന്റി ഞങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നു. എടി ഈ കറി ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ചെമ്മീൻ കറി. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ ഒന്ന് പറഞ്ഞു തരാമോ ചോദിച്ചു. ആന്റി എനിക്ക് പറഞ്ഞു തന്നു. സിമ്പിൾ ആണ്. വീട്ടിൽ വന്നിട്ട് ഞാനൊരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചായനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് പപ്പായ്ക്കും മമ്മിക്കും ചെമ്മീൻ മേടിച്ചപ്പോൾ അത് വെച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ ഇവിടെ ഇച്ചിരി റോസ്റ്റും ഫ്രൈ ഒക്കെയാണ് ചെയ്യുന്നത്. ഇതൊരു ചെമ്മീൻ തോരൻ അങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ? അയ്യോ, ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകണം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ വെയിൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പോകാത്ത വെയിനുകളുണ്ടാവും. അപ്പം വെള്ളം ഒഴിച്ച് കഴുകിയാലാണ് അത് ശരിക്കും പോകത്തുള്ളൂ. അത് കളയാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ഏകദേശം 2 കിലോയുണ്ട്. കുറച്ചെടുത്തത് നമ്മൾ വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കാണെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇടാം. പിന്നെ ഞാനൊരു 3 സവാള അരിഞ്ഞു വെച്ചേക്കനാണ്. ഇത് 3 വേണ്ട, നമുക്കൊരു 1.5 സവാള ഇടാം. നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഇട്ടു. ഇനി നമുക്ക് പൊടികളിടാം. ഒരു സ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കാം. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ നെകന്നിരിക്കുന്നോളം വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കണുണ്ടായിരിക്കും തോരൻ വെക്കുകയാണെങ്കിൽ 5 വെള്ളം ഒഴിക്കുന്നതെന്ന്. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിട്ട് വെച്ചേക്കുന്ന ചെമ്മീൻ, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ നിരന്നിരിക്കുന്നോളം വരെ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് വെള്ളം പറ്റിയുള്ളൂ. ഈ വെള്ളം മുഴുവൻ വറ്റണം. അവിടെ റേച്ചില് വേറൊരു മീൻ കറി വെക്കുന്നുണ്ട്. കാണിച്ചു കൊടുത്ത് ചായ കൊച്ച്. അപ്പൊ നമ്മള് ചെമ്മീന്റെ വെള്ളം വറ്റാറായിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ ചീനിച്ചട്ടിയിലേക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പം കറി പെട്ടെന്ന്. അപ്പോൾ ചീനിച്ചട്ടി ചൂടായി അതിനകത്തേക്ക് നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇത് നമുക്ക് നമ്മുടെ ചെമ്മീനിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. നമ്മൾ ബാക്കി വന്ന ആ 1.5 സവാളയും പിന്നെ 1 മുറി തേങ്ങായും, 1 മുറിയല്ല 1 തേങ്ങായും. ആദ്യം നമുക്ക് സവാള ഇടാം. സവാള കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ തേങ്ങ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാം. അപ്പൊ നമ്മുടെ ചെമ്മീന്റെ വെള്ളം മുഴുവനും വറ്റി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ആവണം. എന്നിട്ട് നമുക്ക് ഈ വറ്റി വന്ന ചെമ്മീൻ നമ്മുടെ ഈ
മുറിച്ച് വെച്ച തേങ്ങയിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെമ്മീനായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇതിനകത്തേക്ക് ഇടാം. നമ്മുടെ ചെമ്മീനെല്ലാം നമ്മുടെ തേങ്ങയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും നമ്മുടെ ഈ ചെമ്മീൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം പെട്ടെന്ന് ആവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ പെട്ടെന്നല്ല കുറച്ച് ടൈം എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ. പിന്നെ ഉണ്ടല്ലോ, ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എപ്പോഴും ചെമ്മീൻ്റെ വറുത്തതും പൊരിച്ചതും മാത്രം തിന്നാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ടാറ്റാ.